ടിപ്പർ ലോറികൾ സഞ്ചരിച്ച പാടശേഖരങ്ങളിലെ ബണ്ടുകളും മെയിൻ ചാലിലേക്കുള്ള പെട്ടിക്കുഴികളും തകർന്നതായി പരാതി. 216 ഏക്കർ വരുന്ന സൗത്ത് മണലൂർ പാടശേഖര സമിതിയിലും 1800 ഏക്കർ വരുന്ന അന്തിക്കാട് പാടശേഖര സമിതിയിലും കഴിഞ്ഞ വർഷം KLDC നടത്തി വരുന്ന വികസന പ്രവൃത്തിയുടെ ഭാഗമായാണ് മണ്ണുകൾ നിറച്ച ടിപ്പറുകൾ ഓടിയത്. സൗത്ത് മണലൂർ പാടശേഖരത്തിന്റെ മെയിൻ ചാലിലേക്കുള്ള പഴങ്ങാമ്പറമ്പ് രാജൻതറ പെട്ടിക്കുഴികളുടെ കരിങ്കൽ കെട്ടുകളാണ് തകർന്നത്. പാടശേഖര സമിതി ഭാരവാഹികൾ KLDCയുടെയും കരാറുകാരന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഫലമുണ്ടായില്ല. ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നും പീച്ചി ഡാമിൽ നിന്നും ഒഴുകിവരുന്ന അധിക ജലം ഏനാമാവ കെട്ട് വഴി കടലിലേക്ക് ഒഴുകുന്ന മെയിൻ തോടാണിത്. തോടിന്റെ ബണ്ടും അനുബന്ധ പെട്ടിക്കുഴികളും അടിയന്തരമായി ശരിയാക്കിയില്ലെങ്കിൽ ബണ്ട് പൊട്ടുകയും ഏനാമാവ കെട്ടുവഴി കടലിലേക്ക് ഒഴുകേണ്ട വെള്ളം നിലങ്ങളിലേക്ക് വരികയും നിലത്തിനോട് ചേർന്നുള്ള പ്രദേശത്ത് വെള്ളക്കെട്ടുണ്ടാവുകയും ചെയ്യും. അടുത്ത തവണ കൃഷി ഇറക്കുന്നതിനെയും ഇത് പ്രതികൂലമായി ബാധിക്കും. ഇടിഞ്ഞുപോയ മെയിൻ ബണ്ടും പെട്ടിക്കുഴികളിലും അടിയന്തരമായി പൂർവ്വസ്ഥിതിയിലാക്കി ജനങ്ങളുടെ സ്വത്തും ജീവനും സംരക്ഷിക്കണമെന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും ആവശ്യം. സമിതിയുടെ KLDCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബണ്ടാണ് ഇപ്രാവശ്യം പൊളിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ കൊല്ലങ്ങളിൽ നടന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലോറികൾ കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളതിൻ്റെ പരിണത ഫലമാണ് ഈ പൊട്ടിയിട്ടുള്ളത്. അന്ന് വണ്ടികൾ പോകുമ്പോൾ തന്നെ KLDC ഓഫീസർമാരെ വിവരം ധരിച്ചിട്ടുള്ളതാണ് ഇവിടെ ക്രാക്ക് ആയിട്ടുണ്ട്, ഇതിൻ്റെ പാച്ച് വർക്കുകൾ ചെയ്തു തരണം എന്നുള്ളത്. പക്ഷെ അന്നൊന്നും നടപടികൾ ഉണ്ടായില്ല. ഇപ്പോൾ ഈ മഴ ശക്തി പ്രാപിച്ചതോടുകൂടി ഇവിടെ പൊട്ടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനിയും ഇത് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഈ ബണ്ട് പൊട്ടുകയാണെങ്കിൽ നമ്മുടെ കാഞ്ഞാണി, അന്തിക്കാട് എന്നീ പ്രദേശങ്ങളിലടക്കം വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്.